അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരു ദരിദ്രൻ്റെ കഥ പറയാറുണ്ട്. ഒരു വളരെ വളരെ ദരിദ്രൻ വലിയ കൊട്ടാരത്തിൽ പോയി, വലിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ആ മനുഷ്യനൊരു തുണിയും പിരിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെ തന്നെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ, ഭടന്മാരൊക്കെ അദ്ദേഹത്തിന് എണീറ്റ്, ജനങ്ങളൊക്കെ എണീറ്റ് പുറത്തോട്ട് തള്ളാൻ പോയി. പുറത്ത് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെയും അദ്ദേഹം പുറത്ത് രാജകൊട്ടാരത്തിൻ്റെ താഴെ തന്നെ, കൊട്ടാരത്തിൻ്റെ കിരീടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം ഒരു തുണിയും പിരിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു പ്രശ്നമായപ്പോൾ രാജാവ് വന്ന് ഇടപെട്ട് കൊട്ടാരത്തിന് മേത്ത് ഇരുന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? അപ്പൊ ദരിദ്രൻ പറഞ്ഞു, ഇത് ഹോട്ടലാണ്, ഈ ഹോട്ടലിൽ കിടക്കാൻ പറ്റും, ആർക്കും വേണമെങ്കിൽ കിടക്കാം. അപ്പൊ രാജാവിന് വളരെ ദേഷ്യം പിടിച്ചു. ഇതെന്താ ഹോട്ടലല്ല, ഇത് എൻ്റെ കൊട്ടാരമാണ്, എൻ്റെ കൊട്ടാരമാണിത്. അപ്പൊ പറഞ്ഞല്ല, ഇത് ഹോട്ടലാണ്, ഇത് വെറും ഒരു ഹോട്ടലാണ്, എല്ലാവരും താമസിക്കുന്ന ഹോട്ടലാണ്, ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ. രാജാവിന് ദേഷ്യം പിടിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അപ്പോൾ ദരിദ്രൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് ആരുടേതാണ്? അപ്പൊ രാജാവ് പറഞ്ഞത് എൻ്റെതാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇത് ആരുടേതായിരുന്നു? അത് എൻ്റെ അച്ഛൻ്റെ ആയിരുന്നു. ആ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് ഇത് ആരുടെ ആയിരുന്നു? അത് അച്ഛൻ്റെ അച്ഛൻ, അവരുടേതായിരുന്നു, അല്ലെങ്കിൽ ബാപ്പയുടെ ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ മരണപ്പെട്ടതിന് ഇതാരുടെ ആയിരിക്കും? അത് എൻ്റെ മകൻ്റെ ആയിരിക്കും. ആ മകൻ മരണപ്പെട്ടതിന് ഇതാരുടെ ആയിരിക്കും? അത് മകൻ്റെ മകനായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലരും കയറി ഇറങ്ങുന്ന സ്ഥലത്തിനല്ലേ ഹോട്ടൽ എന്ന് പറയാം. ഈ രാജാവ് ആകെ അമ്പരന്ന് പോയി. സഹോദരന്മാരെ, ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഓണർഷിപ്പ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് ലോകത്തിൽ പലതും എൻ്റെത് എന്ന് പറഞ്ഞ് നമ്മൾ വലിയ അഹങ്കരിച്ച് നടക്കുന്നുണ്ട്. അള്ളാഹുവേ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഒരു ഫ്ലാറ്റിൽ റെന്റിൽ താമസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാറില്ല ഇത് എൻ്റെ റൂം, എൻ്റെ വീടാണെന്ന് പറയില്ല. ഇല്ല, അതല്ല പറയാം, ഞാൻ റെന്റ് കൊടുക്കാണ്ട് മാസത്തിലാണെന്ന് പറയാറുള്ളൂ. പക്ഷെ അതേ നിങ്ങളും ഒരു വീട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കതാ, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്. അപ്പോൾ ഈ എൻ്റെത് എന്ന് പറയാനുള്ള ഓണർഷിപ്പിന് 2 മാനദണ്ഡങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ആ ഓണർഷിപ്പ് ഉള്ള സാധനം അതെങ്ങനെ വേണം എനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഉപയോഗിക്കാം. അതാണ് അതിനൊരു ക്രൈറ്റീരിയ, മാനദണ്ഡം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇത് എപ്പോഴും എൻ്റെ തന്നെ ആകണം. നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്ക്. ഈ 2 മാനദണ്ഡം വെച്ചിട്ട് നമ്മൾക്ക് ലോകത്തിൽ എൻ്റെത് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടാവുമോ സഹോദരന്മാർ? ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. ആ വീട്ടിലെ ആധാരത്തിൽ ഇപ്പോൾ എൻ്റെ പേരുണ്ട്, എൻ്റെ നിങ്ങളുടെ പേരുണ്ടാവും ആധാരത്തിൽ. പക്ഷെ അതിന് വേറെ ആധാരത്തിൻ്റെ പിന്നിൽ കുറേ പഴയ ആധാരങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഏതൊക്കെയോ മനുഷ്യൻ്റെ പേരാണ് ഉള്ളത്. അല്ലാഹുവേ, ഞാൻ എപ്പോഴാണ് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകാൻ എനിക്കറിയില്ല. അത് പോയ ഉടനെ പിന്നെ ഇത് അനന്തരാവകാശ നിയമം അനുസരിച്ച് എൻ്റെ മക്കളുടെ പേരിലേക്ക് ഇത് മാറും, അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലേക്ക് അത് മാറും. അത് മാറി അപ്പൊ പിന്നെ എൻ്റെ വീടായോ? ഇല്ലല്ലോ സഹോദരന്മാര്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കത്. നമ്മൾ എല്ലാം പറയുന്ന എൻ്റെത് പറഞ്ഞ എന്തൊരു പരമ വിഡ്ഢിത്തരമാണ് സഹോദരന്മാരെ. ഒന്ന് ചിന്തിച്ചു നോക്കിനി. സാധാരണ പറയുന്ന എൻ്റെ ബോഡി, മൈ ബോഡി, എൻ്റെ ആരോഗ്യം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ 2 മാനദണ്ഡത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടം, നമ്മളെ വീട് നമ്മൾ പറയും, അതെനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പെയിന്റ് അടിക്കും, ഞാൻ മതിൽ കുത്തി പൊളിക്കും, ഞാൻ എന്തും വേണി വീട്ടിൽ ചെയ്യും, ഡോർ അടിച്ചു പൊളിക്കും, എന്തും വേണി ചെയ്യാതെ എൻ്റെതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെതാണ്, ഞാൻ എന്ത് വേണി ചെയ്യും. എന്നെ ചിന്തിച്ചു നോക്ക്. ഇതേപോലെ എൻ്റെ ശരീരം നിങ്ങൾ അങ്ങനെ ചെയ്യോ? ഞാൻ നിങ്ങൾ ചെയ്യോ സഹോദരന്മാർ? വിരലൊന്ന് മുറിച്ചേക്ക്, നിങ്ങളെ വിരൽ മുറിച്ചേക്കൊന്ന് നിങ്ങൾ ചെയ്ത് കാണിക്കും. എന്ത് പറ്റും നമുക്ക്? ഇനി അതിൽ നാളെ രാവിലെ ഞാൻ പറഞ്ഞാലേ കക്കൂസിലേക്ക് മലം വരുള്ളൂ. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഞാൻ വിചാരിച്ച പോലെ മൂത്രം വരുള്ളൂ. ഞാൻ ചിന്തിക്കണം. ഞാൻ വിചാരിച്ച ഉണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? എത്ര ദിവസം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാക്കുക, ഞാൻ ഇന്ന് പോവില്ല, ഞാൻ നാളെ പോവില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. സഹോദരന്മാർ, ഒന്നും എൻ്റെതല്ല. നമ്മൾ വലിയ അഹങ്കരിച്ച് നടിച്ചോ, ഞാൻ വല്ലാതെ ഭക്ഷണം കഴിക്കില്ല, പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, വലിയ അടിപൊളി ഭക്ഷണമാണ്, വളരെ ടേസ്റ്റി ഭക്ഷണമാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, അത് തൊണ്ടക്കുള്ളിന് താഴോട്ടേക്ക് പോയി, എൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി. അതൊന്നെങ്കിൽ ചിലപ്പോൾ വയറിളക്കമായിട്ട് താഴോട്ടേക്ക് വരും, അല്ലെ ചിലപ്പോൾ ഛർദിയായിട്ട് വരും, അല്ലെ ചിലപ്പോൾ അത് ദഹിച്ചിട്ട് രക്തത്തിലേക്ക് പോകും. അപ്പൊ പിന്നെ എൻ്റെതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല സഹോദരന്മാരെ, ഒന്നുമില്ല. പിന്നെ പറയുന്ന, അള്ളാഹുവേ, എൻ്റെ സമ്പത്ത്
എൻ്റെ 20 ഏക്കേഴ്സ് തജ്വീദിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയും 20, 30, 40 ഏക്കർ 10 ഫ്ലാറ്റ്, അതൊക്കെ തജ്വീദ് 10 തന്നെ പറയൂ. 5 ഫ്ലാറ്റ്, അതിനൊക്കെ 5 അറബിയിൽ തജ്വീദ് അറിയില്ലെങ്കിൽ പോലും മലയാളത്തിലെ കുറേർക്ക് തജ്വീദ് ഉണ്ട്. ഈ സമ്പത്ത് പറയുമ്പോൾ 1 കോടി ബാഗിലുണ്ട്. എന്തിനാ സഹോദരന്മാർ ഈ തജ്വീദോടെ ഈ സമ്പത്തിനെ പറ്റി പേര് പറഞ്ഞ് നമ്മൾ എന്ത് പരമ പൊട്ടന്മാരാണ്. നമ്മൾക്ക് നോക്ക്, നമ്മുടെ സമ്പത്ത് നമുക്ക് മാക്സിമം മരിച്ചു പോകാൻ കൊടുക്കാൻ പറ്റുന്ന വസിയത്ത് 3-1 ഉള്ളൂ. 3-1 എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെലവഴിക്കും. ഞാൻ ആർക്കും വേണമെങ്കിൽ കൊടുക്കും, മക്ക കൊടുക്കൂല. ശരി, അത്രല്ലേ പറ്റുള്ളൂ. ഇനി ഞാൻ ഖബറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഖബറിന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എടോ മോനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഇങ്ങനെ ഖബറിന്ന് പറ്റുമോ സഹോദരന്മാരെ? അസ്തഗ്ഫിറുല്ലാ. മനുഷ്യന് എപ്പോഴാ സഹോദരന്മാരെ, എപ്പോഴാ അല്ലാഹുവേ ബോധം വിട്ട് വരാ? ബോധം ഒന്നും എന്റേതല്ല സഹോദരന്മാരെ. ദുനിയാവ് തന്നെ എന്റേത്, നിങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ എല്ലാം ഓണർഷിപ്പ് അല്ലാഹു ആണ്. അല്ലാഹു എന്നിൽ ഏൽപ്പിച്ച ഒരു ട്രസ്റ്റി എന്നുള്ളൂ, അമാനത്ത് എന്നുള്ളൂ എല്ലാ കാര്യം. നല്ലോണം പഠിക്കും സഹോദരന്മാരെ. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വലിയ പ്രവാചകന്മാരും വലിയ പണ്ഡിതന്മാരൊന്നും ഒരിക്കലും പോലും സമ്പത്ത് മോഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. സമ്പത്തിനോട് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല സഹോദരന്മാർ. ഒരിക്കലും അല്ലാഹു സമ്പത്ത് ഒരിക്കലും ആവശ്യത്തിന് മാത്രം മതി എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാഹു വേണ്ട റബ്ബേ വേണ്ട. കൂടുതൽ വന്ന എന്താ പ്രശ്നം? കൂടുതൽ ബുദ്ധിമുട്ടാ. കൂടുതൽ വരുമ്പോൾ ഒന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണത് എവിടെ നിന്ന് വന്ന് എങ്ങനെ ചെലവഴിച്ചെന്ന്. മറ്റേ വല്ലാത്ത ദുനിയാവിൽ തന്നെ ബുദ്ധിമുട്ടാ. എത്ര അക്കൗണ്ട് എവിടെ സൂക്ഷിച്ചു വെക്കണം, ഇൻകം ടാക്സ് റെയ്ഡ് വരുമോ, കള്ളം വന്ന് കട്ടുകൊണ്ടോ. ഇതെന്തൊരു സുഖ സഹോദരന്മാരെ ജീവിക്കാൻ ഇസ്ലാമില്. രണ്ടാമത്തെ നോക്ക്, നമ്മൾക്ക് അധികാരം. ഇന്നെല്ലാവരും അധികാരത്തിന് മുന്നിലെ ഏതെങ്കിലും ഒരു പണ്ഡിത്, നിങ്ങൾ അയച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തിയ ഒരൊറ്റ പ്രവാചകരുടെ അധികാരം കിട്ടണേ എന്നൊരു ഒറ്റ പണ്ഡിതന്മാരും കാണില്ലല്ലോ. എന്തുകൊണ്ടാ? അധികാരം സമ്പത്തൊക്കെ കിട്ടുമ്പോൾ അത് ബാധ്യതയായിട്ട് മാറും. അത് വലിയ ബാധ്യത, അള്ളാഹ്ക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ പിന്നാലെ സമ്പത്തും അധികാരം, നമ്മളായിരിക്കും ഇത് എൻ്റെ രാഷ്ട്രമാണ്, എൻ്റെ രാഷ്ട്രം പറയുന്നത് ലോകത്തിലെ ചെറിയൊരു സഹോദരന്മാരെ, എന്തിനത് അഹങ്കരിച്ചെടുക്കുന്നത്? നമ്മൾക്ക് ഈ എൻ്റെത് പറയുമ്പോൾ നമ്മളായിരിക്കും എൻ്റെതാണ് ഏറ്റവും വലുത്. വെറും പൊട്ടത്തര സഹോദരന്മാരെ. കുറെ ആൾക്കാർ പറയും, എനിക്ക് 10 ഏക്കർ ഭൂമി വയനാട്ടിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതിനെക്കാട്ടി 1000 ഏക്കർ ഭൂമിയുള്ള ആൾക്കാർ ലോകത്തിലുണ്ട്. ഈ 1000 ഏക്കറുള്ള ആൾക്കാർ മനസ്സിലാക്കണം, അതിനെക്കാട്ടി വലിയ ലക്ഷക്കണക്കിന് ഏക്കറുള്ള ആൾക്കാർ ഭൂമിയിലുണ്ട്. നമ്മൾ വെറുതെ തെറ്റിച്ചു വരുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ ഏൽപ്പിച്ച അമാനത്താണ് ഓരോരോ കാര്യങ്ങളും. അത് ഏൽപ്പിച്ച എൻ്റെ ആരോഗ്യം, അത് അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ്. അത് നമ്മൾ നല്ല സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. മിതമായ ഭക്ഷണം, ദിവസം വ്യായാമം വേണം. ഹറാം ഉണ്ടാവരുത്, ഹറാമിലോടുള്ള സമ്പത്തോട് ഉണ്ടാവരുത്. അള്ളാഹ് ഏൽപ്പിച്ചതാണ് എൻ്റെ കണ്ണ്. ഈ കണ്ണ് കൊണ്ട് ഞാൻ നല്ലതേ കാണാൻ പാടുള്ളൂ. പോർണോഗ്രാഫി കാണരുത്, അന്യ സ്ത്രീകളെ വേണ്ടാതെ വിത്ത് നോക്കരുത്, ആരെയും ഉരുട്ടി പേടിപ്പിക്കരുത്. കണ്ണുകൊണ്ട് നല്ല അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുക, സുബ്ഹാനല്ലാഹ് പറയുക. മരണപ്പെട്ട് നിങ്ങൾ ഒരു അന്ധനെ ക്രോസ് ചെയ്യാൻ സഹായിക്കുക. ഈ കണ്ണ് നമ്മൾ മരണപ്പെട്ടുമ്പോൾ ആർക്കെങ്കിലും ദാനം നൽകുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത സഹോദരന്മാരെ. നമ്മുടെ മക്കൾ അത് അള്ളാഹു ഏൽപ്പിച്ചതാണ്. അവരെ ഘട്ടമായിട്ട് തർബിയത്ത് കൊടുത്ത് നമസ്കാരം ശീലമാക്കിയിട്ട് ഖുറാനും സുന്നത്തൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തണം. ഒന്ന് സഹോദരന്മാരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഞാനും നിങ്ങളും എൻ്റെത് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല സഹോദരന്മാരെ. എന്നാൽ അള്ളാഹു നമ്മൾക്ക് ഉറപ്പ് തന്നൊരു എന്നേക്കുമുള്ളത് ഉണ്ട്. അതാണ് ജന്നത്തുൽ ഫിർദൗസ്. അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നത്തുൽ ഫിർദൗസ്. അത് ഓണർഷിപ്പ് നിങ്ങൾ എടുക്കണം. നിങ്ങളും എടുക്കണം സഹോദരന്മാരെ. അവിടുത്തെ പ്രത്യേകത, നേരത്തെ ഓണർഷിപ്പിന്റെ ക്വാളിറ്റി നോക്ക്. എനിക്ക് തോന്നിയ പോലെ സന്തോഷത്തിൽ തിന്നാം, എന്തും ആസ്വദിക്കാം, എല്ലാം ആസ്വദിക്കാം. അതൊരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതിൽ എത്തിക്കിട്ടിയാല് അതാണ് ഓണർഷിപ്പ്. അത് സ്വർഗത്തിന് വേണ്ടി ഓണർഷിപ്പ്. ഈ സ്വർഗത്തിന് ഓണർഷിപ്പ് വേണ്ടെങ്കിൽ എന്താവണം ഒരു സഹോദരന്മാരെ? എങ്ങനെയാണ് മാറ്റേണ്ടത്? ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്റേത് എന്ന് മാറ്റിയിട്ട് ഞാനും നിങ്ങളും ഇന്ന് തൊട്ട് മാറിത്തുടങ്ങിട്ട് സംസാരിക്കുക. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി. അവരാരും തന്നെ പറഞ്ഞു കേൾക്കില്ല സഹോദരന്മാരെ. എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എൻ്റെ വീടുണ്ട്, എൻ്റെ ഒട്ടകമുണ്ട്, എൻ്റെ രാജ്യമുണ്ട്, ഒന്നും
ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭരണമുണ്ട്, എൻ്റെ ഭരണാർത്ഥ ജനങ്ങളുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞ വാക്കെന്താ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ഒന്ന് ഇത് വെറുതെ പറയാൻ പറ്റില്ല സാർ, ഒരിക്കലും വെറുതെ പറയാൻ പറ്റില്ല. ഇത് ട്രെയിൻ ചെയ്ത് നമ്മൾ ശീലിക്കണം. ജീവിതത്തിൽ ഓരോ ഘട്ടം കഴിയുന്നോറും നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് ഒരുപാട് തഹജ്ജുദും നമസ്കാരം ഖുർആൻ പഠനം എല്ലാം അതിലൂടെ അള്ളാഹു തരുന്ന ഓരോ പരീക്ഷണത്തിലോട്ട് ഘട്ടമായിട്ട് വളർന്നിട്ട് എന്നിട്ട് എനിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റണം, എൻ്റെ റബ്ബ് ഇന്ന് തൊട്ട് പറഞ്ഞ് ശീലിക്കുക സഹോദരന്മാരെ. മറ്റേതെല്ലാം മാറ്റിവെക്ക്, മറ്റെല്ലാം എൻ്റെതെന്ന് മാറ്റിവെക്ക്. അതൊന്നും എൻ്റെതല്ല, അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് മാത്രം. അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇൻഷാ അല്ലാ, എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഇൻഷാ അല്ലാ ഞാൻ എല്ലാം ഉപയോഗിക്കും ഇൻഷാ അല്ലാ. എൻ്റെ റബ്ബ് അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാ എൻ്റെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കാത്തോളും, പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പൊന്നുപോലെ കാത്ത് സൂക്ഷിക്കും. അതുകൊണ്ട് ദുനിയാവ് നിങ്ങളുടേതല്ല, എൻ്റെതല്ല. ഇൻഷാ അല്ലാ നാളെ പരലോകത്ത് സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് അത് നമ്മളെല്ലാവരുടെയും ആകണം സഹോദരന്മാരെ. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.